കോട്ടയത്ത് പണത്തിനു വേണ്ടി 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച പിതാവടക്കം 3 പേർ അറസ്റ്റിൽ. അസം സ്വദേശിയായ പിതാവിനെയും UP സ്വദേശികളെയും ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരമറിഞ്ഞ അമ്മ എതിർത്തതോടെയാണ് സംഭവം പുറത്തായത്. 3 മാസമായ ആൺകുഞ്ഞിനെ വിൽക്കാനാണ് അസം സ്വദേശിയായ പിതാവ് ശ്രമിച്ചത്. UP സ്വദേശിയായ അർമാൻ ഇടനിലക്കാരനായ ഡാൻഷ്ഖാനൊപ്പം എത്തി 50,000 രൂപയ്ക്ക് വിലയുറപ്പിച്ചായിരുന്നു കച്ചവടം. 1000 രൂപ മുൻകൂറായി വാങ്ങി. എന്നാൽ കുട്ടിയുടെ മാതാവ് എതിർത്തതോടെ അയൽവാസിയായ അസം സ്വദേശികൾ വിവരമറിഞ്ഞു. ഇവർ കുമരകം സ്വദേശിയായ കോൺട്രാക്ടറെ അറിയിച്ചതോടെ ഇയാൾ പോലീസിനെ വിളിച്ചു. ഇതോടെ കുമരകം പോലീസ് ഇടപെട്ട് കൈമാറ്റം തടഞ്ഞു. തൊട്ടടുത്ത് താമസിക്കുന്ന ബാർബർ ഷോപ്പിലെ ഒരു തൊഴിലാളിയാണ് ഇതിന് ഇടനിലക്കാരനായിട്ട് നിന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ UP-കാരനായ ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാണ് ഈ കുട്ടിയെ വിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത്. അദ്ദേഹത്തിന് 3 ആൺകുട്ടികളാണ്. അതുകൊണ്ട് ഒരു ആൺകുട്ടിയെ കൂടി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിനുള്ള ശ്രമം നടത്തിയത്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിതാവിന് 50,000 രൂപയുടെ കടമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ കടം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിന് 1000 രൂപയുടെ അഡ്വാൻസ് ഇന്നലെ വാങ്ങിയിരുന്നു. അതാണ് മാതാവ് തൻ്റെ കൂടെയുള്ള ആളുകളെ അറിയിച്ചതും. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും ചടുലമായ നീക്കത്തിലൂടെ ഈ 3 പ്രതികളെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും അവരെ കുമരകം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 3 പെൺകുട്ടികളാണുള്ളതെന്നും ഒരാൺകുട്ടി വേണമെന്ന ആഗ്രഹത്തിലാണ് കുട്ടിയെ വാങ്ങാൻ തീരുമാനിച്ചതെന്നും അർമാൻ പോലീസിന് മൊഴി നൽകി. കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത് കടം വീട്ടാനാണെന്ന് കുഞ്ഞിന്റെ പിതാവ് മൊഴി നൽകി. മദ്യപാനത്തിനും പണം ആവശ്യമാണ്. 2 പേരുടെയും മൊഴികൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. മൊബൈൽ ഫോണും ബാങ്ക് അക്കൗണ്ടും ഉൾപ്പെടെയുള്ളവയും പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ ശ്രമം. കോട്ടയം ചെങ്ങളത്ത് തന്നെ ബാർബർ ഷോപ്പ് നടത്തുകയാണ് ഇടനിലക്കാരനായ ഡാൻഷ്ഖാൻ. ന്യൂസ് 18 കോട്ടയം. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കുടുംബം 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പത്തനംതിട്ട സബ് കോടതിയെ സമീപിച്ചത്. PP ദിവ്യ കൈക്കൂലി ആരോപണം ഉന്നയിച്ച TV പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് കേസ്. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കുടുംബം ഇപ്പോൾ മാനനഷ്ട കേസ് കൂടി പത്തനംതിട്ട സബ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും ഈ പ്രതികളായ PP ദിവ്യക്കെതിരെയും ഒപ്പം ഈ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി തൻ്റെ കയ്യിൽ നിന്നും ADM പണം ആവശ്യപ്പെട്ടുവെന്ന് ആരോപണം ഉന്നയിച്ച TV പ്രശാന്തിനെതിരെയുമാണ് ഇത്തരത്തിലൊരു കേസ് നൽകിയിട്ടുള്ളത്. അത് എന്തായാലും ഈ 2 പേർക്കെതിരെയും കോടതി ഇപ്പോൾ സമൻസ് അയച്ചിട്ടുണ്ട്, ഹാജരാവാൻ വേണ്ടി സമൻസ് അയച്ചിട്ടുണ്ട്. ഈ 2 പേരും ഗൂഢാലോചന നടത്തിയെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ഭാര്യ മഞ്ജുഷയും അതാണ് പറയുന്നത്. തുടക്കം മുതൽ കുടുംബം ഈ കാര്യം കൃത്യമായി ഈ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അന്വേഷണ സംഘം പരിശോധിച്ചില്ല എന്നുള്ളൊരു ആരോപണം കൂടി കുടുംബം ഉന്നയിക്കുന്നു. ഫോൺ രേഖകൾ, പ്രശാന്തനുമായി സംസാരിച്ചുള്ള ഫോൺ രേഖകളൊന്നും തന്നെ പരിശോധിച്ചിട്ടില്ല. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വലിയ രീതിയിൽ കുരുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാണ് 2 പേരും, അതായത് PP ദിവ്യയും പ്രശാന്തനും ഗൂഢാലോചന നടത്തിയെന്നാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നഷ്ടപരിഹാരത്തിനൊപ്പം 65 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കേസിലേക്ക് ഇവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യം കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. നേരത്തെ അവർ നൽകിയ നിയമപരമായുള്ള നിയമ പോരാട്ടം കഴിഞ്ഞ് 1 വർഷമായി കുടുംബം നടത്തുകയാണ്. പക്ഷേ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യമാണ് കുടുംബം പ്രധാനമായും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഈ ADM-ൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലേക്ക് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി ADM മരിക്കാനിടയുണ്ടായ സാഹചര്യത്തിൽ അതിൻ്റെ പ്രധാന കണ്ണികളാണ് ഈ 2 പേരും. അതുകൊണ്ട് തന്നെ അവർ 2 പേർക്കെതിരെയുമാണ് ഇപ്പോൾ ഒരു മാനനഷ്ട കേസ് കൂടി കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും നവംബർ ആദ്യ വാരത്തോടു കൂടി ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.